നിങ്ങൾക്ക് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടോ? വിറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ വൈറ്റമിനാണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ അഭാവം നിരവധി അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നു. ഉത്സാഹമില്ലായ്മ, കടുത്ത ക്ഷീണം, കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഊർജമില്ലായ്മ, ഉറക്കക്കുറവ്, തല വിയർക്കുക, മുടി കൊഴിച്ചിൽ എന്നിവ വിറ്റമിൻ ഡി കുറയുന്നത് മൂലമുണ്ടാകും. ക്യാൻസർ, ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവ വരാനുള്ള സാധ്യത വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം വർദ്ധിക്കുന്നുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലുകൾക്ക് ശക്തി വർദ്ധിക്കുന്നത്. വിറ്റമിൻ ഡി കുറയുമ്പോൾ ഈ ഡെപ്പോസിഷൻ നടക്കാതെ വരികയും എല്ലിന്റെ ശക്തി കുറയുകയും ചെയ്യുന്നു. ഇത് എല്ലുകൾ വളയാൻ കാരണമാകുന്നു. കുട്ടികളിലാണെങ്കിൽ എല്ലുകൾ വളയുന്ന റിക്കസ് എന്ന രോഗത്തിന് ഇത് കാരണമാകും. കൂടാതെ എല്ലുകൾക്ക് ശക്തി കുറയുക, വേദന, പൊട്ടൽ, ഒടിവ്, ഇടയ്ക്കിടയ്ക്ക് വീഴുക എന്നീ അവസ്ഥയുണ്ടാകുന്നു. ഓസ്റ്റിയോപോറോസിസ് എന്നും ഓസ്റ്റിയോമലേഷ്യ എന്നുമാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രായമായവരിൽ ഈ അവസ്ഥ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. ഇനി ശരീരത്തിൽ വിറ്റമിൻ ഡി കൂടുന്നതും പ്രശ്നമാണ്. വിറ്റമിൻ ഡി കൂടുമ്പോൾ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുകയും അത് ഹൈപ്പർ കാൽസീമിയ എന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യും. സ്വസ്ഥതയില്ലായ്മ, ചിന്തിക്കാതെ സംസാരിക്കുക, ശരീരം മുഴുവൻ കടുത്ത വേദന, എല്ലുകൾക്കും മസിലുകൾക്കും വേദന, എപ്പോഴും ആഹാരം കഴിക്കാൻ തോന്നുക, വെള്ളം കുടിക്കാൻ തോന്നുക, കടുത്ത പരവേശം തുടങ്ങിയ അവസ്ഥകൾ വിറ്റമിൻ ഡി കൂടുന്നത് മൂലം ഉണ്ടാകാം. 50% സൂര്യപ്രകാശത്തിൽ നിന്നും 50% ആഹാരത്തിൽ നിന്നുമാണ് നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നത്. നമ്മൾ പൊതുവെ സാധാരണ കഴിക്കാത്ത ഭക്ഷണങ്ങളിലാണ് വിറ്റമിൻ ഡി കൂടുതലുള്ളത്. ഉദാഹരണം, ഫ്രൂട്ട്സിലായ അവക്കാഡോയിൽ മാത്രമേ വിറ്റമിൻ ഡി ഉള്ളൂ. മറ്റ് ഫ്രൂട്ട്സിലൊന്നും വിറ്റമിൻ ഡി ഇല്ല. അവക്കാഡോ മലയാളികൾ പൊതുവെ കഴിക്കാറില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ മറ്റ് ഫുഡുകൾ നോക്കുകയാണെങ്കിൽ ഓയിലി ഫിഷ്, ചാള, അയില ഇവയൊക്കെ വറുക്കാതെ കഴിക്കണം. അതുപോലെ തന്നെ ട്യൂണ, ഇത് നമ്മളധികം കഴിക്കാത്തൊരു മത്സ്യമാണ്. അതിലും വിറ്റമിൻ ഡി ധാരാളമുണ്ട്, പക്ഷേ വറുക്കാതെ കഴിക്കേണ്ടതാണ്. പിന്നെ വേറൊരു നോൺ വെജ് ഫുഡ് എന്ന് പറയാവുന്നത് എഗ്ഗാണ്, എഗ് യോക്ക്. പക്ഷേ ഈ എഗ് യോക്കിലും ഇപ്പോഴും വൈറ്റമിൻ ഡി കുറവായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ പോൾട്രി ഫാമിലാണ് കോഴികൾ വളർത്തുന്നത്. പണ്ടൊക്കെ നാടൻ കോഴികളായിരുന്നു, അത് വെയിലൊക്കെ കൊണ്ട് വളരുന്ന കോഴികൾ. അവയുടെ എഗ് യോക്കിൽ വിറ്റമിൻ ഡി ധാരാളം കിട്ടുമായിരുന്നു. അതുവഴി നമുക്കും ഭക്ഷണം വഴി വിറ്റമിൻ ഡി ലഭ്യമായിരുന്നു. അത് നമുക്ക് സംഭവിക്കുന്നില്ല. പിന്നെ വേറൊന്ന്, പനീറിലും വിറ്റമിൻ ഡി ആവശ്യത്തിന് ഉണ്ട്, നമുക്ക് ലഭ്യമാകുന്ന രീതിയിലുണ്ട്. ഇതൊക്കെയാണ് വിറ്റമിൻ ഡിയുടെ ഭക്ഷണത്തിൽ നിന്നുള്ള സ്രോതസ്സ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള വെയിൽ പകുതി നഗ്നമായ ശരീരത്തിൽ ഏതാണ്ട് അരമണിക്കൂർ ഏൽക്കുമ്പോഴാണ് വെയിലിൽ നിന്നുള്ള വിറ്റമിൻ ഡി ലഭിക്കുക. എന്നാൽ ഈ വെയിൽ കൊള്ളാൻ പലർക്കും ഇഷ്ടമല്ല. ഈ കാരണങ്ങളാൽ തന്നെ നമുക്ക് വിറ്റമിൻ ഡിയുടെ അഭാവം കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നിടം വരെയും ഒരു സപ്ലിമെന്റ് പോലെ വിറ്റമിൻ ഡി കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കും. കുട്ടികളിലും പ്രായമുള്ളവരിലും ഒരു റൊട്ടീൻ എക്സാമിനേഷനിലും നമ്മൾ വിറ്റാമിൻ ഡി ലെവൽ നോക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി എന്ന ഒരു ബ്ലഡിലെ ഘടകമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് പരിശോധിച്ചാൽ നമുക്ക് അത് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, വിറ്റമിൻ ഡി കുറവാണോ ഇല്ലയോ എന്ന്. നോർമൽ വിറ്റമിൻ ഡി 30 to 100 നാനോഗ്രാം പെർ ml എന്ന അളവിലായിരിക്കണം. അപ്പോൾ 30 ഗ്രാമിൽ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിറ്റമിൻ ഡി ഇൻസഫിഷ്യൻ്റ് ആണ്. 10-ൽ താഴെയാണെങ്കിൽ വിറ്റമിൻ ഡി തീരെ കുറവാണ്. അത് അപകടകരമായ ഒരു ഘട്ടമാണ്. ഒടിവുകൾ കൂടി വരികയും മുടി കൊഴിച്ചിൽ ശക്തമാവുകയും കടുത്ത ക്ഷീണമുണ്ടാവുകയും ഇരിക്കാൻ സാധിക്കാതെ വരികയും ശരീരം മുഴുവൻ വേദന ഉണ്ടാവുകയും ജോലി ചെയ്യുവാനുള്ള താല്പര്യമില്ലായ്മ ഉണ്ടാവുകയും മറവി ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരിക്കൽ വിറ്റമിൻ ഡി കുറഞ്ഞവർക്ക് വീണ്ടും കുറയുവാനുള്ള സാധ്യതയുണ്ട്. 2 മാസം വരെയാണ് സാധാരണ മരുന്ന് നൽകുന്നത്. ഇതിനുശേഷം മാസത്തിൽ ഒരിക്കൽ ഒരു ഡോസ് മരുന്ന് കഴിക്കുന്നത് കൂടുതൽ ഫലം ലഭിക്കുവാൻ കാരണമാകും. ഒരിക്കൽ മരുന്ന് കഴിച്ചാൽ വർഷത്തിൽ ഒരിക്കൽ വീണ്ടും പരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. വിറ്റമിൻ ഡി കുറയുന്നുണ്ട് എന്ന് സംശയം തോന്നിയാൽ 25 ഹൈഡ്രോക്സി കാസിഫറോൾ അഥവാ 25 ഹൈഡ്രോക്സി ഡി പരിശോധിച്ചാൽ മതിയാകും. കൂടുതൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കരുത്.